എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാനിങ്ങനെ ഒരു നന്നാരി സർവത്തിൻ്റെ ബിസിനസ്സായിട്ട് എന്നെ നടത്തി വരികയാണ്. നമ്മുടെ രാജാസ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു നന്നാരി സർവത്തിൻ്റെ കമ്പനിയാണ്. ഞാനൊരു 10 വർഷം ആവാറായി ഞാനിപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട്. ഞാൻ എൻ്റെ ഫാദറായിട്ട് തുടങ്ങിയൊരു ബിസിനസ്സാണ്. ഫാദർ ഒരു 10-30 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സാണത്. ഫാദറായിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഫാദറായിട്ട് ഇങ്ങനെ തുടങ്ങി, ചെറിയ രീതിയിൽ ഫസ്റ്റ് തുടങ്ങി, പിന്നെ അതങ്ങനെ ചെറിയ മാർക്കറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ ഞാനും കൂടി ആഡ് ആയതാണ്. ഫാദർ ഫസ്റ്റ് ബ്രാൻഡ് നെയിമിലായിരുന്നില്ല തുടങ്ങിയത്, വേറെ പല പേരുകളിലും തുടങ്ങിയിരുന്നു. ഫസ്റ്റ് ചെറുതായിട്ട് തുടങ്ങിയ സംഭവമാണ്. വീട്ടിൽ തന്നെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വീടുകളിൽ കൂടെ തന്നെ കച്ചവടം ചെയ്തിട്ട് അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ്. അപ്പോൾ അന്നിങ്ങനെ ബ്രാൻഡ് നെയിമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാ നമ്മളൊരു ഇത് ഉണ്ടാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു കച്ചവടമായിരുന്നു. റോ മെറ്റീരിയൽ മെയിനായിട്ട് നമ്മളെ നന്നാരിയാണ്. നമ്മളൊരു നന്നാരി കൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. നന്നാരി, പഞ്ചസാര, അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഫാദർ തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു ഏരിയയിലായിരുന്നു നമ്മുടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നത്. അത് നമ്മളെ ആഡായതിൻ്റെ ശേഷം ഒന്നും കൂടി ഒരു മാർക്കറ്റ് നമ്മളത് ഒന്നും കൂടി ഒന്ന് വലുതാക്കി, ചെറിയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വലുതാക്കിയിട്ടുള്ളൂ. ഒരു ചെറിയ രീതിയിൽ വലുതാക്കി നമ്മൾ മാർക്കറ്റ്. പിന്നെ നമ്മുടെ ഒരു ബ്രാൻഡിങ്ങും ഒരു ബ്രാൻഡാവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മളതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബോട്ടിലായാലും ഒരു ബ്രാൻഡ് നെയിം ആയാലും ബ്രാൻഡിങ് ആയാലും ആ കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. നമ്മളിപ്പോൾ 900 ml ബോട്ടിലാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. പിന്നെ 5 ലിറ്ററിൻ്റെ ഉണ്ട്, 5 ലിറ്റർ ക്യാനുണ്ട്. 900 ml ബോട്ടിലാണ് നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്ട് ഫുള്ള്, അതേപോലെ പാലക്കാട് ഡിസ്ട്രിക്ട് ഫുള്ളായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ നമ്മൾ തൃശ്ശൂർ കുറച്ച് ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്, പിന്നെ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടറുണ്ട്, പിന്നെ കോയമ്പത്തൂർ ഡിസ്ട്രിബ്യൂട്ടറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ആയിട്ട് വരുന്നുണ്ട് പുറത്തേക്ക്. ഞാൻ പഠിച്ചത് ഡിഗ്രി BCom ആണ്. BCom കഴിഞ്ഞിട്ട് 2015 BCom കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ടൈമിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഫാദർ ഈ ബിസിനസ്സിലുണ്ട്. അന്ന് തന്നെ ഒരു അത്യാവശ്യം ഒരു ഏരിയയിൽ ഒരു അറിയപ്പെടുന്ന ഒരു സാധനമായിരുന്നു നമ്മുടെ ഈ സാധനം. അപ്പോൾ നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് കയ്യിൽ നല്ലൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതിലോട്ട് ഇറങ്ങുകയായിരുന്നു. നമുക്ക് ഇതൊരു സീസൺ ബിസിനസ്സാണ്. ഇത് സീസണിൽ മാത്രമായിട്ടാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ബിസിനസ് ഉണ്ടാവുള്ളൂ, ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ സീസണിൽ നമുക്കൊരു 10-18 ലേഡി സ്റ്റാഫുകൾ ഉണ്ട് സീസണിലാവുമ്പോൾ. അൺസീസൺ ആകുമ്പോൾ അതിനനുസരിച്ച് കമ്മിയാവും. സീസൺ മെയിനായിട്ട് വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഒരു ജനുവരി മുതൽ തന്നെ ചെറുതായിട്ട് തുടങ്ങും. അങ്ങനെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ ഒരു 4 മാസമാണ് നമുക്ക് മെയിനായിട്ട് വരിക. അതിൽ തന്നെ മെയിനായിട്ട് മാർച്ചും ഏപ്രിലും ആണ് സീസൺ. നമ്മൾ ഒരു 900 ml ബോട്ടിലാണ്. 900 ml ബോട്ടിൽ നമ്മൾ പറയുന്നത് ഒരു 25, അതിൻ്റെ കറക്റ്റ് അളവിലൊക്കെ പോയിക്കാതെ നമുക്കൊരു 25 ഗ്ലാസ് നന്നാരി സർവത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതല്ലാതെ ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മളൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സ്ക്വാഷ് നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കിയിരുന്നു, നമ്മുടെ രാജാസിൻ്റെ പേരിൽ തന്നെ. അപ്പോൾ അതാണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഇറക്കിയൊരു സാധനം. ഇപ്പോൾ അതാണ് അത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഇറക്കിയത് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സീസണിൽ മാത്രമേ നമ്മൾ ഇറക്കിയിട്ടുള്ളൂ. അതിപ്പോൾ നമുക്കിങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ കുഴപ്പമില്ല, നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ മാർക്കറ്റായി ചെയ്ത് വരണേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സീസൺ മുതലാണ് നമ്മളത് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കോമ്പറ്റീഷൻ ഇപ്പോൾ നല്ല രീതിയിൽ ഈ നന്നാരി സർവത്തിനൊരു കോമ്പറ്റീഷൻ ഇപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിലുണ്ട്. നല്ല രീതിയിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരുപാട് ബ്രാൻഡ് സാധനങ്ങളും ഒരുപാട് നന്നാരി സർവത്ത് വലിയ കമ്പനീസ് തന്നെ അവരുടേതായ ബ്രാൻഡിൽ നന്നാരി സർവത്ത് ഇറക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നന്നാരി സർവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടിക്കടയിൽ കൊടുക്കുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നത്. ഇന്നതിൻ്റെ മാർക്കറ്റ് മാറി. ഇന്നിപ്പോൾ അത് വീട്ടുകളിൽ ഡെയിലി ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് ഒന്നുകൂടി വൈഡായി. അപ്പോൾ അതിനനുസരിച്ചൊരു കോമ്പറ്റീഷനും കൂടുതലായിരുന്നു. അപ്പോൾ കോമ്പറ്റീഷനിൽ നമ്മളൊരു സാധനം നല്ലൊരു സാധനമായിട്ടാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത്. നമുക്കൊരു 10-25 വർഷത്തെ ഒരു ഇതുണ്ടാവുകൊണ്ട് നമുക്ക് നമ്മുടെ രാജാസ് എന്നൊരു ബ്രാൻഡിൻ്റെ നല്ലൊരു പേരുണ്ട്. അപ്പോൾ ആൾക്കാർ അതൊന്ന് ചൂസ് ചെയ്ത് നമ്മുടെ ഒരു പേര് ചൂസ് ചെയ്ത് ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ മെയിനായിട്ട് സപ്ലൈ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ അടുത്തേക്കും ഹോൾസെയിൽ കടകളിലേക്കാണ് നമ്മൾ ഡയറക്റ്റായിട്ട് എത്തിക്കുന്നത്.
നമ്മൾ റീറ്റെയിൽ കടയിൽ കൂടെ ഇല്ല, മെയിനായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറും മാരെ അടുത്തേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അവരാണ് നമ്മൾ സാധനം റീറ്റെയിൽ കടകളിൽ കൂടെയൊക്കെ എത്തിക്കുന്നത്. ഫാദർ തന്നെയാണ് ഇതിൻ്റെ മെയിന്. ഫാദറിൻ്റെ ഒരു ഐഡിയലിനായിരുന്നു നമ്മൾ ഈ ഒരു സംഭവം ഫുള്ള് ഫാദറിൻ്റെ ഒരു മേൽനോട്ടം എപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഫാദർ തന്നെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഫാദർ തന്നെയാണ്. ഫാദർ നമ്മൾ ഒപ്പം ഇപ്പോഴും ഉണ്ട്, ബിസിനസ്സിലായിട്ട് ഒപ്പം ഇപ്പോഴും ഉണ്ട്. പിന്നെ കുറച്ച് വയ്യാത്ത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് അതും വീട്ടിൽ തന്നെയാണ്. എന്നാലും മെയിൻ കാര്യങ്ങളൊക്കെ ഫാദർ, മാർക്കറ്റിലുള്ള ഒരുപാട് ഐഡിയകളും കാര്യങ്ങളൊക്കെ ഫാദർ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരാറ്. പിന്നെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ വെച്ചിട്ടുള്ള പുതിയ അപ്ഡേഷൻസ് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ വേണ്ട അപ്ഡേഷൻസ് നമ്മളത് വരുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെക്ക് ചെയ്യാറുണ്ട്. ഒക്കെ അതിൻ്റെ ലേബിളിൽ തന്നെ നമ്മളിതിൻ്റെ ഒരു ഫുള്ള് അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് കാലമായിട്ട് ഒരു ഒറ്റ പ്രൊഡക്റ്റ് മാത്രമായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് മാർക്കറ്റിൽ. നമ്മൾ നന്നാരി സർവത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് നമ്മളാണ് ഒരു പുതിയൊരു സ്ക്വാഷ്, പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് പുതിയതായിട്ട് ഇറക്കി. ഇനിയും പിന്നെ കുറച്ച് ഐഡിയാസും കൂടി ഉണ്ട്. നമുക്ക് സോസും കാര്യങ്ങളും ചെയ്യണം, അങ്ങനത്തെ ഒരു ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പുതിയ ഐറ്റംസ് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റിയ നല്ല ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയിൽ ഞാൻ, വൈഫ്, ഒരു മോളുണ്ട്, പിന്നെ അച്ഛനമ്മ, പിന്നെ ഒരു പെങ്ങളാണുള്ളത്. പെങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ആ ഹസ്ബൻഡ് 2 കുട്ടികളൊക്കെ ആയിട്ട് അവരവിടെ ഉണ്ട്. ഫാമിലി എല്ലാവരും ഫുൾ സപ്പോർട്ട് തന്നെയാണ് നമുക്ക്. നമ്മളിതിൻ്റെ മെയിനായിട്ട് നമ്മളിതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ എവിടുന്നെങ്കിലും ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് എവിടുന്ന് എൻക്വയറി വന്നാലും നമ്മൾ നമ്മുടെ സാധനം കൊറിയർ വഴി അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് എൻക്വയറികൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് വരാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എൻക്വയറികളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും. കൊറിയറായിട്ട് അവരുടെ അഡ്രസ്സ് തന്ന് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് അങ്ങനെ പല കസ്റ്റമേഴ്സും വിളിക്കാറുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ വിളിക്കാറുണ്ട്. ഇഷ്ടമായി, നല്ല സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട്. മെയിനായിട്ട് പിന്നെ കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കും. നമ്മൾ ക്രിക്കറ്റ് ഇവിടെ ലീഗ് മത്സരങ്ങളൊക്കെ ഉണ്ട്. ലീഗിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ ലീഗിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട്. മെയിൻ ഹോബി അങ്ങനെ കളിയോടാണ്. ഞാൻ ഭയങ്കര സ്കൂളിൽ പഠിക്കുമ്പോൾ സ്പോർട്സിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പോർട്സ് അങ്ങനെ കളി, ക്രിക്കറ്റ് കളി, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊക്കെ അങ്ങനെ പോകും. അത് അച്ഛൻ്റെ പേര് ജയരാജൻ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് അതിന് രാജാസ് എന്നുള്ളൊരു സംഭവം പേര് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ രാജാസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അത് അച്ഛൻ തന്നെ ഇട്ടൊരു പേരാണ്. അച്ഛൻ തന്നെ ഇട്ടൊരു പേരാണ് രാജാസ് എന്നുള്ളത്. നമുക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല സാധനമാണെന്ന് വിളിച്ച് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷം, അതിലൊരു അഭിമാനം കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. നമ്മുടെ തന്നെ സ്വന്തം ഒരു സംഭവം അങ്ങനെ പല കടകളിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ബോട്ടിലുള്ളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട്, പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മുടെ ബോട്ടിൽ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, ഒരു അഭിമാനമൊക്കെ തോന്നാറുണ്ട്. നമ്മളെ കമ്പനി വന്നത് നമ്മളെ ചെറുപ്പശ്ശേരി അടുത്ത് ചളവറ പറഞ്ഞ സ്ഥലത്താണ് കമ്പനി വരുന്നത്. അവിടെയാണ് നമ്മുടെ കമ്പനി വരുന്നത്.